2022 ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പ് നേരിട്ട് കണ്ട കുഞ്ഞാൻ താഴേക്കോട് ഇത്തവണയും പോകാൻ ശ്രമിച്ചെങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ടിക്കറ്റ് ലഭ്യമല്ലെന്നാണ് ട്രാവൽസുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണമെന്ന് കുഞ്ഞാൻ. നെയ്മർ, റൊണാൾഡീന്യോ തുടങ്ങിയ താരങ്ങളെ കഴിഞ്ഞ തവണത്തെ ലോകകപ്പ് മത്സര വേളയിൽ ആലിംഗനം ചെയ്ത വ്യക്തിയാണ് കുഞ്ഞാൻ. മെക്സിക്കോയിൽ നടക്കുന്ന മത്സരങ്ങൾ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം ഇപ്പോഴും. മെക്സിക്കോയിൽ താമസിക്കാനും മറ്റ് കാര്യങ്ങൾക്കുമായി കുഞ്ഞാന് സ്പോൺസർ ഉണ്ടെങ്കിലും ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ അദ്ദേഹം ബന്ധപ്പെട്ട ട്രാവൽസുകാർക്ക് കഴിയാത്തതാണ് മുന്നിലുള്ള ഏക പ്രതിസന്ധി. എങ്കിലും അദ്ദേഹം പല വഴികളിലായി ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. യൂറോപ്യൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് മെക്സിക്കോ സൗജന്യമായിട്ട് പോവാം. അങ്ങനെ വിസ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. പക്ഷെ നമുക്ക് ആ വിസ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. 2 മാസം മുന്നേ ഞാൻ ശ്രമിച്ചപ്പോൾ ഈ യുദ്ധം, ഇറാനുമായുള്ള യുദ്ധം കാരണം മൊത്തത്തിലുള്ള ഫ്ലൈറ്റുകളുടെ പ്രശ്നം ഒക്കെ ആയിട്ട് പേപ്പർ വർക്കൊന്നും ശരിയായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഒരു ട്രാവൽസർ ഞാൻ ചോദിച്ചപ്പോൾ അതേ പറഞ്ഞ് ഒഴിവാക്കി. അപ്പോൾ പിന്നീട് ഞാൻ ശ്രമിച്ചത് ദുബായിലെ ട്രാവൽസിനോട്. അവർ പറഞ്ഞത് അവിടെ നിലവിൽ UAE നിൽക്കുന്ന ഒരാൾക്ക് നമുക്കത് ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടെ ഇല്ലല്ലോ. അപ്പോൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ 2-3 ട്രാവൽസ് അന്വേഷിച്ചപ്പോൾ അവർക്ക് അതിൻ്റെ പ്രൊസീജിയറിനെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു നിരാശ ഉണ്ട് നമുക്ക്. കാരണം ഞാൻ പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഞാൻ ഈ യുദ്ധം കാരണം ഇങ്ങനെ പിന്നിക്കുന്നതാണ്. കാരണം പിന്നെ ഒരു പോകാല ബുദ്ധിമുട്ടും പിന്നെ സ്പോൺസറും ആയിരുന്നില്ല. ഇപ്പോൾ സ്പോൺസർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെക്സിക്കോയിൽ എനിക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്യാനും അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ടിക്കറ്റുകളും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. ഭിന്നശേഷിക്കാരനായ കുഞ്ഞാന് 2022 ലോകകപ്പ് കാണണമെന്ന ആഗ്രഹം മലബാർ ന്യൂസ് വഴി പങ്കുവച്ചതോടെ വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിന് മത്സരം കാണാനുള്ള അവസരമൊരുക്കിയത്. അത് വെറും കളി കാണലിൽ മാത്രം ഒതുങ്ങിയ യാത്രയായിരുന്നില്ല. നെയ്മറിനെയും റൊണാൾഡീന്യോയെയും ആലിംഗനം ചെയ്യാനും സംസാരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. റൊണാൾഡീന്യോ തൻ്റെ ജേഴ്സിയിൽ ഒപ്പിട്ടത് ലോകത്ത് അധികം ആർക്കും ലഭിക്കാത്ത സൗഭാഗ്യമായി കുഞ്ഞാൻ കാണുന്നു. 2022 വേൾഡ് കപ്പ് നമ്മൾ ശരിക്ക് എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നടന്നാണ്. മലബാർ ചാനലാണ് ആദ്യമായിട്ട് നമ്മൾ ആ വീഡിയോ എടുത്തിരുന്നത്. അന്ന് ഇങ്ങനെ പോവാണ് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ. അപ്പോൾ അതിനുശേഷം പിന്നെ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ടിക്കറ്റും എല്ലാം എടുത്തു തന്നു. അപ്പോൾ അങ്ങനെ അവിടെ എത്തി. എല്ലാം കൊണ്ടും റാത്തായി. നമ്മൾ നെയ്മറിനെ കണ്ടു, നെയ്മറിനെ കെട്ടിപ്പിടിച്ചു. അതുപോലെ ഒരുപാട് പ്ലേയേഴ്സിനെ ആൻ്റണി, അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പേരുണ്ട്. പിന്നെ നമ്മളെ ക്രിസ്ത്യാനോനെ കണ്ടു, നേരിട്ട് കണ്ടു, മെസ്സിനെ കണ്ടു, എംബാപ്പനെ കണ്ടു, ഇവരൊക്കെ കളി കണ്ടു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. ആ അനുഭവം വെച്ചിരുന്ന പ്രാവശ്യം പോകാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒന്നാമത് ഈ യുദ്ധമാണ് മെയിനായിട്ട് പ്രശ്നം വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്താനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പോൺസറും ആയിരുന്നില്ല. അങ്ങനെയായിരുന്നു. ഇപ്പോൾ സ്പോൺസർ ആയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ബൈ ചാൻസിൽ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ, ഏതെങ്കിലും സ്പോൺസർ കിട്ടുകയാണെങ്കിൽ അല്ലെന്നില്ല നമ്മൾ ഇൻഷാല്ലാ പോവും. ഇരു ടീമുകൾക്കും പിന്തുണ അർപ്പിക്കുന്ന പ്രത്യേക ജേഴ്സി ധരിച്ചാണ് കുഞ്ഞാൻ അതത് കളികൾ കണ്ടിരുന്നത്. ഭിന്നശേഷിക്കാരനായ കുഞ്ഞാനെ 2022 ലോകകപ്പിലെ അതിഥിയായി പരിഗണിച്ച ശേഷം ലഭിച്ച ഫുട്ബോൾ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ അദ്ദേഹം ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്തായ N ഷബീബാണ് സഹായങ്ങൾക്കായി ഒപ്പമുണ്ടായിരുന്നത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.